ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളെ പൂച്ച സാറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി കുറച്ച് നേരമൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തണുപ്പൊക്കെ മാറി ഇപ്പം നല്ല ചൂട് കാലാവസ്ഥ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പകലൊക്കെ ഇത്തിരി ചൂട് കൂടുതലാണ്. പുറത്തേക്ക് കുറച്ച് നേരം നിന്നതിന് ശേഷം ഞാൻ അകത്തേക്ക് പോവുകയാണ്. നേരെ കിച്ചണിലേക്കാണ് വന്നത്. ഇനി കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുകയാണ്. ഇപ്പം ഞാൻ കട്ടനിട്ട് കുടിക്കാറില്ല, അങ്ങനെ വെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ. ചെറിയൊരു ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ സ്ഥിരം വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അതിൽ എനിക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ വെള്ളം കുടിക്കുന്നത്. നേരത്തെ ഞാൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പം ഇടയ്ക്ക് നിർത്തിയിട്ട് വീണ്ടും ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അതായത് അവിടെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടെ അരി കഴുകി ഇടുകയാണ്. അപ്പോഴത്തേക്കും അരി കഴുകിക്കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും വെള്ളം ഇത്തിരി ചൂടാവുമല്ലോ. അങ്ങനെ അരിയെ കഴുകിയിട്ടു. മക്കൾക്ക് ഇവിടെ രാവിലെ ചോറൊന്നും കൊണ്ട് പോകണ്ട, എങ്കിലും രാവിലെ ഞാൻ വയ്ക്കും. ജോലികൾ തീർത്തിട്ട് അങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങളെ ഇവിടെ ഉണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ മുകളിൽ സൺസൈഡിൽ എടുത്തിടാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും ഞെട്ടറ്റ് താഴെ വീണതാണ്. പിന്നെ ഞാൻ അകത്തെടുത്തുകൊണ്ട് പോന്നു. അതാണ് ഞാൻ ഇന്ന് സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. വെള്ളരിക്ക ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇതാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് പച്ചക്കറികളേ ഉള്ളത് വെച്ചിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ ഒരു കുഞ്ഞൊരു പുളിഞ്ചി മരമുണ്ട്, അതിലാണ് ഇത് പടർന്ന് കിടന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഒടിഞ്ഞ് വീഴുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത് സൺസൈഡിലോട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്കും അത് ഇങ്ങനെ ഞെട്ടറ്റ് വീണു. വേറെ ഒരെണ്ണം കൂടെ നിൽപ്പുണ്ട്, അത് ഇങ്ങനെ താഴെ ഇങ്ങനെ വീണ് കിടക്കുകയാണ് കേട്ടോ. അത് ഞെട്ടറ്റ് വീണില്ല, എങ്കിലും അത് മുറ്റി അങ്ങനെ ഇരിക്കുകയാണ്. വിത്തിനെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് പരിപ്പും ഇട്ട് കായവും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ അങ്ങ് അടച്ചു വെച്ചു. അപ്പോഴത്തേക്ക് അരി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു, അതിനെ ഞാൻ കുക്കറിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ കുക്കറൊക്കെ അടച്ചു വെച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ സാമ്പാറിന് അരിഞ്ഞ് വെച്ചിരുന്ന കഷ്ണങ്ങളുണ്ടല്ലോ അതെടുത്ത് അടുപ്പിലേക്ക് വച്ചത്. പിന്നെ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിനെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഞാൻ കുറച്ച് ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാത്രിയായി പോയതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കി അരിഞ്ഞില്ല, അതിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ബാക്കി ഇന്ന് തന്നെ അരിയാമെന്ന് വിചാരിച്ചു. എല്ലാം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോകുമല്ലോ. ഇവിടെ എപ്പോഴും ചക്ക കിട്ടിയാലും ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. മക്കൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഞാനും ചേട്ടനും ഇവിടെ കഴിക്കാറുണ്ട്. എല്ലാ അരിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ ചക്കയൊക്കെ അരിഞ്ഞത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഉപ്പിൻ്റെ ബോട്ടിൽ തുറന്നപ്പോഴത്തേക്ക് അടപ്പ് താഴെ വീണതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് അങ്ങ് വെച്ചതിന് ശേഷം അവിടെ പാല് വന്നിട്ടുണ്ടായിരുന്നു, പാലും കൂടെ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ചക്കയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്ത്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട്, കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് ചെറുതായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും പാല് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിനെ 2 ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ചായക്കുള്ള വെള്ളവും കൂടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേയിലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ചായക്ക് വെച്ചിരുന്ന വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്തതുകൊണ്ട് അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ചായക്ക് വെച്ചിരുന്നതിലേക്ക് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സാമ്പാറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ചക്കയ്ക്ക് അരച്ച് വെച്ചിരുന്നതും കൂടെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ചക്ക നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കണം. അടുപ്പിൻ്റെ പുറത്ത് വെച്ച് ഇളക്കിയാൽ മുമ്പോട്ട് ചരിയുമെന്നുള്ളത് കൊണ്ട് ഞാൻ താഴെ വെച്ചാണ് കേട്ടോ എടുത്ത് ഇളക്കിയത്. അങ്ങനെ ചക്കയ്ക്ക് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അവിടെ ഇഡ്ഡലി വയ്ക്കാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ചേക്കുകയാണ്. ഇനി 2 തട്ടിൽ മാവ് കോരി ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും അത് അവിടെ ഇരുന്ന് അങ്ങ് വെന്തോളും. ഇനി വെള്ളച്ചമ്മന്തിയും കൂടെ അരയ്ക്കണം. ഇഡ്ഡലി ഉണ്ടെങ്കിൽ വെള്ളച്ചമ്മന്തിയും കൂടെ ഇവിടെ വേണം. അങ്ങനെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്ത് 2-3 വറ്റൽമുളകും മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചൂടായതിന് ശേഷം ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു.
ഇപ്പം മക്കളൊക്കെ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. കേശുവിന് ഇവിടെ ഭക്ഷണം കൊടുത്തു. മോൾക്ക് ഞാൻ എടുത്തു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ എൻ്റെ മക്കളൊക്കെ റെഡിയായി ഇതാ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കുകയാണ്. ദേവുട്ടി ഇതാ ഷൂ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നേരം അങ്ങനെ നിൽക്കും. അവർ പോകുന്നത് വരെ ഞാൻ അവിടെ പുറത്തങ്ങനെ നിൽക്കും. അവർ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അകത്തേക്ക് കയറി പോവുള്ളൂ. പിന്നെ ഗേറ്റൊക്കെ അടച്ചിട്ട് പിന്നെ ഞാൻ അങ്ങ് അകത്തേറി പോവുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഹാളിലെ ജനലൊന്നും തുറന്നിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഹാളല്ല, നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഡൈനിങ് ഏരിയയുടെ ആ ഭാഗത്തുള്ള ജനാല തുറന്നിട്ടിട്ടില്ലായിരുന്നു. ഇവർ പോയതിന് ശേഷമാണ് ഞാൻ തുറന്നിടാറുള്ളത് അവിടെ. അതിനുശേഷം ഞാൻ അതവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇഡലിയും സാമ്പാറും ചമ്മന്തിയാണ്, പിന്നെ രസവടയും കൂടെ ഉണ്ട്. ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ വട വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാൻ രസത്തിലിടുകയാണ് ചെയ്യാറുള്ളത്. പിറ്റേ ദിവസം നമ്മൾ രാവിലത്തെ കാപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കാറാണ് ചെയ്യുന്നത്. പിന്നെ കാപ്പിയൊക്കെ കഴിച്ച് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നതും കൂടെ കഴുകിയതിന് ശേഷം ഞാൻ അവിടെ എല്ലാ ഭാഗവും ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് അടിച്ചു വാരി എടുക്കുകയാണ്. പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാകുമ്പോഴത്തേക്കും ഒരു സമാധാനമുണ്ട്. ഉച്ചത്തേക്കുള്ള കറികളൊന്നും ഞാൻ വച്ചിട്ടില്ല. അപ്പോൾ ഇനി വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം പിന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അടിച്ചു വാരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ. മക്കൾ പോകുമ്പോഴത്തേക്കും 9:15 അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കുന്നതും പിന്നെ അടിച്ചു വാരുന്നതൊക്കെ. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ പൂ വാങ്ങിച്ചാണ് പൂജാമുറിയിലൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ അത് എടുത്തിട്ടതിൻ്റെ ചവറാണ് കേട്ടോ അവിടെ തറയിൽ അത്രയും കിടക്കുന്നത്. ചേട്ടൻ അവിടെ ഇരുന്നാണ് ഇങ്ങനെ പൂവൊക്കെ ഇടാറുള്ളത്. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ കാണും. ഇനി ബെഡ്റൂമും കൂടെ ഒന്ന് നല്ലോണം അടിച്ച് വാരിയാൽ മതി. പിന്നെ അതിനുശേഷം ഞാൻ അവിടെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ബീട്രൂട്ട് തോരനാണ് വയ്ക്കുന്നത്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ തോരന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയും ഇട്ട് 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി ഒതുക്കി വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. പിന്നെ തോരന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ജീരകവും 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചെറുതായിട്ട് ഒന്ന് അരച്ച് എടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ഒന്ന് ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് ഒതുക്കി അടച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ ആവിയിലിരുന്ന് അങ്ങ് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് അത് നല്ലവണ്ണം ചൂടായി വെന്ത് കിട്ടിക്കോളും. അതിന് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ടായിരുന്നു. ഞാൻ ഇപ്പം കറി വയ്ക്കാൻ വേണ്ടി എടുത്തതാണ്. നേരത്തെ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതുകൊണ്ട് ഇപ്പം ഞാൻ എടുത്ത പാത്രങ്ങൾ മാത്രമേ എനിക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഉള്ളൂ. ഇപ്പം ഞാൻ ഇവിടെ കിച്ചണൊക്കെ നല്ലോണം നീറ്റാക്കി തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകിയൊക്കെ മാറ്റി വെച്ചേക്കുകയാണ്. കുടിക്കാനുള്ള കുറച്ച് വെള്ളം കൂടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ വെള്ളം വെച്ചാൽ നമുക്ക് 2 പ്രാവശ്യം വെള്ളം തിളപ്പിക്കേണ്ടി വരും. കാരണം ഇപ്പം വെള്ളം കൂടുതൽ ചിലവാണ് കേട്ടോ. ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര വെള്ളദാഹമാണ്. മിക്കവാറും ഞാൻ തന്നെയാണ് കൂടുതലും കുടിച്ച് തീർക്കാറുള്ളത്. പിന്നെ ഞങ്ങൾ ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസമായിരുന്നു. അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്ന് പുറത്ത് പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കിച്ചണിലുള്ള ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ തുണി കഴുകാൻ വേണ്ടി ഞാൻ ഇറങ്ങിയത്. ഈ സൈഡിൽ 2-3 ഷീറ്റേ വിരിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഞാൻ അപ്പുറത്തെ സൈഡിലാണ് വിരിച്ചിടുന്നത്. ഇവിടെ കുറച്ച് കൂടുതൽ തുണികൾ വിരിക്കാൻ പറ്റും. പിന്നെ 2-3 മുളക് ഞാൻ ഇങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വല്ല കീടങ്ങൾ വല്ലതും വന്നിരിക്കുന്നതാണ് ഞാൻ നോക്കിയത്. കിച്ചണിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഞാൻ അങ്ങനെ കഴുകി വെയിലത്തോണ്ട് ഇടാറുണ്ട്. ഉണക്കിയതിന് ശേഷമാണ് അത് മാറ്റി വയ്ക്കാറുള്ളത്. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ ആൾ വരും, അവർ വന്ന് എടുത്തുകൊണ്ട് പൊയ്ക്കോളും. രാവിലെ കുറച്ച് ബോട്ടിൽസൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലവണ്ണം ഉണങ്ങി വന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് അകത്ത് വെച്ചതിന് ശേഷം ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. രാവിലെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ബെഡ് വിരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് പില്ലോകളൊക്കെ എടുത്ത് അതായത് സ്ഥാനത്തേക്ക് അങ്ങ് വെച്ചു. ഇവിടെ പില്ലോ കവറുകളൊക്കെ ബെഡ്ഷീറ്റിന് മേച്ചായൊന്നുമല്ല ഇടുന്നത്, ഏതെങ്കിലും എടുത്ത് അങ്ങ് ഇടും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. കേശുത അവിടെ ഇരിക്കുകയാണ്. ദേവുട്ടി ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ നിൽപ്പുണ്ട്, കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദേവുട്ടിയുടെ ഫ്രണ്ട് ദേവുട്ടി കമ്മൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ദേവുട്ടി ഇട്ടിരുന്ന കമ്മൽ ആ കുട്ടിക്ക് കൊടുത്തിട്ട് ആ കുട്ടി ഇട്ടിരുന്ന കമ്മലാണ് ഇപ്പം ദേവുട്ടി ഇട്ടിരിക്കുന്നത്. ഇവർ സ്കൂളിൽ പോയി ഇതാണ് ജോലി കേട്ടോ. കമ്മലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടക്കുകയാണ് ജോലി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി ഇടുന്നത് കൊണ്ട് തന്നെ ചെവി വേദനയും ഉണ്ടാവും.
മക്കൾക്ക് വൈകുന്നേരം ബ്രെഡ് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ബ്രെഡാണ് പൊരിച്ച് കൊടുത്തത്. അവരിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും കുറച്ച് നേരം അവിടെ നിന്ന് അവരോട് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ഞാൻ തൂക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മുറ്റം നമുക്ക് കുറച്ച് മുറ്റേ ഉള്ളൂ എങ്കിലും എല്ലാ ദിവസവും അടിച്ചു വാരണം. അവിടെ ആയിട്ട് 2, 3 മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വീണ് കിടക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ദിവസം ഒന്ന് തൂത്ത് മാറ്റണം, അല്ലെങ്കിൽ ചവറുണ്ടാവും കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.